ഹായ് കൂട്ടുകാർ, രാവിലെ ചീര കണ്ടിക്കാനായിട്ട് പോയപ്പം കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി. ഇതെൻ്റെ പനിനീർ റോസാണ്, ഒരൊറ്റ പൂവേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു മുല്ല കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക അടുക്ക് മുല്ലയാണ്. ഇതിങ്ങനെ അടിഞ്ഞിരിക്കുന്ന പൂക്കൾ നമുക്ക് വേർപ്പെടുത്തി എടുത്ത് കെട്ടി തലയിൽ ചൂടാനൊക്കെ പറ്റും. മറ്റുള്ള അടുക്ക് മുല്ലകൾ പോലെ ഇതൊരു 4 മുല്ലപ്പൂവായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് അടീനിയം, വീട്ടിൽ നിന്ന് ചട്ടിയോടെ അടിച്ചുകൊണ്ട് വന്നതാണ് അമ്മ. വിത്ത് നട്ട് വളർത്തിയ അടീനിയമാണ്. ഞാൻ ഇതിനെ പോട്ടോട് കൂടി പൊക്കി. ഈ ചെടികളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം, പോസിറ്റീവ് എനർജിയൊക്കെ നൽകുന്നതാണ്. 10 മണി കുട്ടികൾ വിരിയാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ. 10 മണി ആയില്ലല്ലോ, 8 മണി വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു കാശിത്തുമ്പ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു 3-4 കളർ കാശിത്തുമ്പ ഇവിടെ ഉണ്ട്. ഇത് പച്ചച്ചീര. ഈ പച്ചച്ചീരയും ഇത് ചുമന്ന ചീര. ഈ ചുമന്ന ചീരയാണെങ്കിൽ സുന്ദരച്ചീരയുടെ തണ്ടാണ് ഇതിന്. സുന്ദരച്ചീരയുടെ തണ്ട് അങ്ങനെ ഇതിൻ്റെ തണ്ടിരിക്കുന്നത് നല്ല മജന്ത കളറിൽ. പിന്നെ സീനിയ, ബന്ദി, ഇതെല്ലാം സീനിയ ബന്ദിയാണ് സത്യത്തിൽ ഞാൻ നട്ടത്. അവിടെ ഈ ചീര വിത്തൊക്കെ നേരത്തെ വീണ് കിടന്നത് കിളിർത്ത് വന്നതാണ്. ഈ പച്ചച്ചീര നമുക്ക് കട്ട് ചെയ്ത് നിർത്തി വീണ്ടും കിളിർത്ത് വന്ന് ഒരുപാട് നാൾ ഉപയോഗിച്ചത് ഞൊട്ടാഞ്ഞൊടിയാനാണ്. ഇതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ ചെടികൾ കാണുമ്പോൾ ആ ഒരു മനസ്സിന് വരുന്ന ആ സന്തോഷം എല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്കും ഈ ചെടികൾ തരുന്നത് വലിയ പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അതിങ്ങനെ പൂത്ത് നിൽക്കുമ്പം കിട്ടുന്ന സന്തോഷം അതൊരു വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒത്തിരി ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട്. കൂടുതലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അമ്മ എവിടെ പോയാലും ഒരു 5-6 ചെടിയും കൊണ്ടേ വരുള്ളൂ. അത് നട്ട് വളർത്തി പരിപാലിക്കും. അതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരും, ഏറെക്കുറെ കേട്ടോ. ഇതൊക്കെ എൻ്റെ കളക്ഷൻസ് തന്നെയാണ്, അമ്മയിൽ നിന്ന് അടിച്ച് മാറ്റിയതൊന്നുമല്ല. പിന്നെ കുറച്ച് കൃഷിയുണ്ട്, പയറ്, തക്കാളി. ഇത് നീല ചീരച്ചേമ്പാണ്, വെള്ള ചീരച്ചേമ്പും ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ചീര ഞാൻ പാകി നിർത്തിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു മഴക്കോളൊക്കെ കാണിച്ചായിരുന്നു. പയറൊക്കെ പാകിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ചീരയൊക്കെ എടുത്ത് മഴ നനയാത്തടത്തോട്ട് വെച്ച് പിന്നെ എടുത്ത് തിരിച്ച് വെച്ചു. പിന്നെ നമ്മുടെ കോഴികളുണ്ടല്ലോ, ഇതുവരെ അമ്മ കോഴി കുഞ്ഞുങ്ങളെ കൊത്തി മാറ്റിയിട്ടില്ല. കൊത്തി മാറ്റേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ ഇതുവരെ കൊത്തി അകറ്റിയിട്ടില്ല. പിന്നെ ഈ മൂടി വെച്ചേക്കുന്ന ബൊഗെയിൻവില്ലയുടെ തണ്ടുകളാണ്. അത് പോട്ടിൽ നട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 15 ദിവസം മൂടി വെച്ചിട്ട് നമ്മൾ ആ കവർ മാറ്റുമ്പോൾ ഇതേപോലെ കിളുത്ത് നിൽക്കി. ഇത് മുന്നേ മൂടി വെച്ച് കിളുത്തതാണ്. ഞാൻ ഈ വഴിയരികിൽ നിന്നൊക്കെ ഈ മതിലിൻ്റെ വെളിയിലോട്ടൊക്കെ ഇങ്ങനെ ബൊഗെയിൻവില്ല തണ്ടുകൾ കിടക്കൂലേ, അതൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വച്ചാണ് വേര് പിടിപ്പിക്കുന്നത്. 15 ദിവസം നമ്മൾ അത് കവർ റിമൂവ് ചെയ്യാൻ പാടില്ല. 15 ദിവസം കഴിഞ്ഞ് റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിളിർത്ത് നിൽക്കും. ഇതുപോലെ ഞാൻ കിളിപ്പിച്ചെടുത്ത ഒരു ബൊഗെയിൻവില്ല കാണിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്താം. ഇതാണ് ആ ബൊഗെയിൻവില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.